ഹലോ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂണ്ടടാൻ പോക്കാണ്. അപ്പോ ഇന്ന് നമ്മള് റീലും റോഡൊന്നും ഉപയോഗിക്കുന്നില്ല. ചൂണ്ടടാൻ പോണ ഏറ്റവും ത്രില്ലുള്ള ഒരു കാര്യമാണിത്. ഈ കെട്ടയക്കല് ഇത് കഴിച്ചിട്ട് വേണം ഇന്ന് ചൂണ്ടടാൻ പോവാന്. അപ്പൊ ഇത് കുറച്ചേരായി കെട്ടയക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേഗം എന്ത് ചെയ്യണോ, അങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഒരു തല എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂണ്ടിടാൻ പെട്ടെന്ന് പോവാം. അല്ലെങ്കിൽ ഇത് ഇന്ന് തീരൂല, അത്രയും കൊടുക്കണ്ട് ഇതിന്. കുറെ മുന്നേ വാങ്ങി വെച്ചാണ്. ഇപ്പൊ ഒക്കെ നമ്മള് ചൂണ്ട പരിപാടിയൊക്കെ നിർത്തിയിരുന്നു. ഇപ്പൊ മഴയും ഇതൊക്കെ ആയപ്പോ ഇങ്ങനെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ റെഡി. ഇനി ഇവിടെ നിന്നാണ്ട് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി. ഓക്കെ, മോഡലല്ലേ. അപ്പോൾ പഴയ തന്നെ കല്ലാണ് ഇതിനെ ചുറ്റുന്നത്. കല്ല് ചുറ്റി, അതായത് ഒരു ചെറിയൊരു ഇതിനും വേണ്ടിയിട്ട് വെയിറ്റ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ 3 ചുറ്റൽ ചുറ്റിയിട്ട് എന്താ, അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. കുറെ പഴക്ക ചെറിയ കയറാണ്. എന്താ ഇപ്പം നട്ടിച്ച നേരത്തെ മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയ സക്ക പറയേ, എന്റെ ഗൈസിനോട് പറയേ. അത് ഇതാണ്, മീന് കിട്ടിയിട്ടൊന്നുമില്ല. മീൻ കിട്ടിയിട്ടില്ല ഗൈസ്, മീന് കിട്ടിയിട്ടില്ല. ഇന്ന് നിരാശനാണ്, നിരാശ കാമുകൻ. നിരാശയാണ്. അവസാനം തേരാണ്. 97 ഏറായി. അതില് വരും. ഈ ഏരിയയില് നീർനായ ശല്യം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് മണ്ണട്ടമ്പാറ അണക്കെട്ടിലേക്കാണ് പോകുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഒരു അവൽ മിൽക്ക് കുടിക്കുകയാണ്. അണക്കെട്ടാണ് ഗൈസ്. ഇത് EMS ഉദ്ഘാടനം ചെയ്ത അണക്കെട്ടാണ് ഗൈസ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഗൈസ്. അവിടെ ഒരു കൈ നോക്കാൻ പോവാണ്. മീൻ കിട്ടാൻ കിട്ടാതിരിക്കാം. ഓക്കെ, പൊളിക്കാൻ നോക്കാതെ മതി. കീക്കരങ്ങാട് പോയി ഒന്നും കിട്ടാനിപ്പോ കണ്ടു വന്ന നോക്കി ഇല്ല. ഇറങ്ങിയെടുത്ത് കുടുങ്ങിയിട്ടേ അങ്ങോട്ട് കാട്ട്. ഇനി ബാക്കിയുള്ള പിടിക്കാന് ടൈമായിരിക്കും. ബാക്കിയുള്ളത് നല്ല വെയിലാണ് ഇവിടെ. പോവാ പൊരിക്കാനായി മീനാണ് ഇത്. കുയ്ത്തി എന്ന് പറയും. എന്താ എന്റെ പേര്? കുയ്ത്തി. പിന്നെ ഒരു ചെമ്പല്ലി പറ്റാൻ ജീവൻ കിട്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇന്ന് കറിക്കുള്ള മീനാണ്. ഓക്കെ.